ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ നമ്മുടെ രാധികയും വരുണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മേ, ഇവനെ 1 കോടി രൂപ കൊടുത്താലൊന്നും ഒതുക്കാൻ പറ്റില്ല. ഒരു 10 ലക്ഷം രൂപ കരൺ നായകിന് കൊടുക്കുകയാണെങ്കിൽ അവൻ തീർത്തോളും ഇവനെ. പിന്നെ ഒരിക്കലും നമുക്ക് ഇവൻ്റെതായ ശല്യം ഉണ്ടാവാൻ പോകുന്നില്ല. നീ എന്ത് മണ്ടത്തര വരുണെ വിളിച്ചു പറയുന്നേ? അവൻ പറഞ്ഞ ഓരോ വാക്കുകളും നീ ശ്രദ്ധിച്ചില്ലേ? അവനെ നമുക്കെതിരെ തിരിഞ്ഞിരിക്കുക. ഇനി നമുക്കൊന്നും അവനെതിരെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടും വേണം. അവനിടക്ക് പറഞ്ഞ ഡയലോഗൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു മരം പന പോലെ വളർന്ന് നമുക്ക് നേരെ ചാഞ്ഞാൽ അത് വെട്ടിമാറ്റാനും എനിക്കറിയാം. അതിനുവേണ്ടി നമുക്ക് അധികമാരുടെ സഹായം ആവശ്യപ്പെടേണ്ട കാര്യമില്ല. എന്തായാലും നമുക്കിവൻ്റെ കൂടെ നിൽക്കാം. ഇവൻ എന്ത് പറയുന്നോ അതനുസരിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ട് കൂടുതൽ പേടിക്കൊന്നും വേണ്ട. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, കിഷോർ എന്ത് പറഞ്ഞാലും നമ്മളതനുസരിക്കുന്നു. പക്ഷെ അമ്മേ, അവൻ നമ്മുടെ കയ്യിൽ നിന്ന് കോടികൾ തട്ടിയെടുക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ, ആ മരം നമുക്കെതിരെ ചാഞ്ഞ് നമുക്കൊരു ഭീഷണിയായാൽ അതിനെ വെട്ടിമാറ്റുകയല്ലാതെ വേറൊരു വഴി നമ്മുടെ മുന്നിലില്ല. നീ വാ വരുൺ എന്നും പറഞ്ഞുകൊണ്ട് വരുണിനെ വിളിച്ചുകൊണ്ട് രാധിക അങ്ങ് പോവുക. ഇതേ സമയം വീട്ടിൽ തിരിച്ചെത്തിയ കിഷോർ കാറിലിരുന്നുകൊണ്ട് ആലോചിക്കുകയാണ്. ഇതെൻ്റെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. രാധിക അമ്മയും വരുൺ സാറും 2 പേരും കൂടെ ചേർന്ന് ഗോവിന്ദ് സാറിനെ ഇല്ലാതാക്കുന്നു. എൻ്റെ ലക്ഷ്യം 10 കോടി രൂപയല്ല രാധിക അമ്മേ, AGMൻ്റെ ആസ്തിയാണ്. അത് മുഴുവനും ഞാൻ തട്ടിയെടുക്കും. 50,000 കോടി ആസ്തിയുള്ള AGM മുഴുവനും എനിക്ക് സ്വന്തമായി കിട്ടണം. ഒരുപക്ഷെ ഗോവിന്ദ് സാർ മരണപ്പെട്ടാൽ, അതും ഈ കൈകൊണ്ട് മരണപ്പെട്ടാൽ, അതിൻ്റെ കുറ്റം മുഴുവനും രാധികാമ്മയുടെയും വരുൺ സാറിൻ്റെയും തലയിലിട്ടിട്ട് ഞാൻ ഈസിയായിട്ട് കൂളായിട്ട് രക്ഷപ്പെടും. അതിനുശേഷം കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സഹായിച്ചപ്പോൾ ഗീതുവിന് എൻ്റെ മേലെ ഒരു സ്നേഹവും ഉണ്ടാവും. ആ സ്നേഹം മുതലെടുത്ത് AGMൻ്റെ എല്ലാ സ്വത്തുക്കളും തട്ടിയെടുത്ത് AGMൽ സന്തോഷമായിട്ട് അത് മുഴുവനും നോക്കി നടത്തുന്ന ഒരാളായി ഞാൻ മാറും. ഗീതു എൻ്റേത് മാത്രമായി തീരും. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പാട് മുഴുവനും പെടുന്നത്. ഈ പെടാപ്പാട് മുഴുവനും പെട്ട് അവസാനം AGM എൻ്റെ കൈകളിലാവും. എൻ്റെ കരങ്ങളിലാകുന്ന AGMന് ഒരവകാശി കൂടി ഉണ്ടാവും, എൻ്റെ അവർണിക. അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് കിഷോർ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് സാറിനെ കൊന്നതിന് പോലീസ് ലോക്കപ്പ് അല്ല, ജയിലിലായ രാധിക മാഡവും വരുൺ സാറും ഒരിക്കലും അറയ്ക്കലിലേക്ക് തിരിച്ചു വരില്ല. അത് കഴിഞ്ഞാൽ അറയ്ക്കൽ തറവാടും എനിക്കും ഗീതുവിനും മാത്രം സ്വന്തം. ഒരേ സമയം 2 ഭാര്യയെ വെച്ച് സുഖമായി ജീവിക്കുന്ന എൻ്റെ ജീവിതം ഞാൻ ഒന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഈ തെളിവുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നും ഞാൻ അടിച്ചു മാറ്റിയത്. ഇനി അങ്ങോട്ട് എനിക്ക് വരാൻ പോകുന്നത് സൗഭാഗ്യങ്ങൾ മാത്രമാണ്. ഇന്നു മുതൽ എൻ്റെ യുദ്ധം ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു രാധികാമ്മേ. ഗോവിന്ദ് സാർ മരിക്കുന്നതുവരെ ഈ യുദ്ധം തുടരും. ഗീതു വിധവയാകുന്നതുവരെ ഈ യുദ്ധം തുടരും എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. അതെ, കിഷോറിൻ്റെ അതിമോഹമായത്. ഗോവിന്ദനെ കൊന്ന് AGM തട്ടിയെടുത്ത് ഗീതുവിനെ സ്വന്തമാക്കാമെന്നുള്ള അതിമോഹം. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. ഗോവിന്ദ് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അജാസ് അവിടെ നോക്കി നിൽക്കുക. താനെന്താടോ അജാസെ ഇങ്ങനെ മാറി നിന്ന് നോക്കി നിൽക്കുന്ന അന്യനെ പോലെ? താൻ ഇവിടെ വന്നിരിക്കേ. വേണ്ട സാർ, ഞാനിപ്പോൾ അത് കുടിച്ചാൽ സാറ് കൂടുതൽ കുടിക്കും. ഇല്ലടോ, 2 പെഗ്, അതിനേക്കാൾ കൂടുതലൊന്നും ഞാൻ കഴിക്കില്ല. സാറെപ്പോഴും ഇത് പറഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നേ. അവസാനം കുടിച്ച് സാറങ്ങ് ഓവറാവും. എടോ ഇല്ലടോ, സത്യമായിട്ടും ഇല്ല. താനിവിടെ ഇരിക്കേ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേണ്ടെന്നേ. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുക, ഞാൻ സത്യം പറഞ്ഞത് കുടിക്കുന്നത് ഗീതുവിന് വേണ്ടിയാണോ? അവൾ ആകെ മാറിപ്പോയി. അവളുടെ അസുഖത്തെക്കുറിച്ച് ഓർത്ത പാവം, അവളുടെ അസുഖത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. അവളെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കണം. അവൾക്ക് നല്ല മാറ്റം ഉണ്ടാക്കണം. ഈശ്വര, ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അവളുടെ ഭ്രാന്ത് പിടിച്ച അസുഖം കാണുമ്പോൾ എനിക്ക് പേടി തോന്നുക. ഗീതുവിനൊരാപത്ത് സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അജാസ്, അതെ സാർ, ഗീതു മാമിന് ശരിക്കും ഭ്രാന്ത് തന്നെയാ. എന്ത് ചെയ്യാനാ, ഒരു തരം വട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജാസ് അവിടെ ഇരിക്കുക. താൻ എന്താണോ പറഞ്ഞു വരുന്നത്? അതെ സാർ, ഗീതു മാമിന് ഭ്രാന്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെയാണ്. എന്താന്ന് വെച്ചാൽ ഗീതു മാം എൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ. ആ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ സാറിനോട് തുറന്നു പറയട്ടെ. അപ്പോൾ ഗോവിന്ദ് ആകാംക്ഷയോടെ അജാസിൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ സാർ, ഗീതു മാം ഇത്രയും നാളും സാറിനെ സ്നേഹിക്കുമായിരുന്നു. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമായിരുന്നു. ഇതൊന്നും രാധിക മാമിനെ കാണിക്കാനുള്ള അഭിനയമൊന്നുമല്ല സാർ. ഇതൊക്കെ സത്യമാണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും സാറിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് സ്വന്തം സ്കൂട്ടറിൽ മുൻപിലും പിൻപിലും ക്യാമറ ഫിറ്റ് ചെയ്ത് സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഗീതു മാം ഇറങ്ങി പുറപ്പെടില്ലല്ലോ. സ്വന്തം ജീവൻ പണയം വെച്ച് ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു പ്രാന്ത്. അതുമാത്രമല്ല, അങ്ങനെയും ശത്രുക്കളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നായപ്പോൾ സ്വന്തം ശരീരത്തിൽ ക്യാമറ ഫിറ്റ് ചെയ്തു. അതിനുശേഷം അവർക്ക് നേരെയുള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കി. അതും ഒരു ഭ്രാന്ത് തന്നെയാണ് സാർ. ഇത് എനിക്ക് തോന്നിയത് സാറിനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടുണ്ടായ ഭ്രാന്താന്നാ സാർ. സത്യം പറഞ്ഞ ഗീതു മാമിനെ പോലൊരു ഭാര്യയെ കിട്ടിയതിൽ സാറ് പുണ്യം ചെയ്യണം. എന്താണെന്നറിയാമോ, സ്വന്തം ശത്രുക്കൾ ആരാണെന്ന് അറിഞ്ഞിട്ടും സാറിന് വേണ്ടി അവരെ നിയമത്തിന് മുൻപിൽ എത്തിക്കാതെ ആ കുറ്റം മുഴുവനും ചേതൻ ഗ്രൂപ്പിന്റെ തലയിലിട്ട് ആ ശത്രുക്കളുടെ മുൻപിലൂടെ സാറിനെ അതാണ് യഥാർത്ഥ ശത്രുക്കളെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാറിൻ്റെ മുൻപിൽ അഭിനയിക്കുകയല്ല മാഡം, ജീവിക്കുകയായിരുന്നു ഇത്രയും നാളും. പക്ഷെ സാറിനത് മനസ്സിലായില്ല. ഞാനൊരു സത്യം പറഞ്ഞോട്ടെ സാർ, രാധിക അമ്മയേക്കാൾ ഡബിൾ മടങ്ങ്, രാധിക മാഡത്തിനേക്കാൾ കൂടുതൽ ഗീതു മാം സാറിനെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം സാറ് കാണാതെ പോകരുത്. ഒരു പക്ഷേ മാഡത്തിൻ്റെ ജീവൻ ബലി കൊടുത്ത് സാറിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ടായിരിക്കും മാഡം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ സാറിൻ്റെ ശത്രുക്കളെ അവർക്ക് നേരെ തിരിച്ച് അവരുടെ ജീവൻ ഇല്ലാതാക്കിയിട്ട് സാറിനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ച് സാറിനെ സുരക്ഷിതനാക്കാനാണ് ഗീതു മാം ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേട്ടതും ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ ആ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയത് സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടാണോ അജാസ്? അതെ സാർ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് സാറിന് മനസ്സിലായില്ലേ? സത്യം പറഞ്ഞ ഗീതു പോയത് അത് തന്നെയാണ്, അതിനുവേണ്ടി തന്നെയാണ്. ഗീതുവിനെ ഒരിക്കലും സാറിനെ ഒരാപത്ത് സംഭവിക്കാൻ അനുവദിക്കില്ല സാർ. അങ്ങനെ ഒരു സത്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ സാറ് കരുതുന്നത് ഇതെല്ലാം ഗീതു വെറുതെ അഭിനയിക്കുന്നതാണെന്നാ, രാധിക മേഡത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരിക്കലും അല്ല. ഗീതുവിൻ്റെ ശത്രു രാധിക മേഡോ വരുൺ സാറോ ആരോ ആയിക്കോട്ടെ, പക്ഷെ സാറിനോടുള്ള സ്നേഹം ആത്മാർത്ഥമായ സ്നേഹമാണ്. ഗീതു മേഡത്തിൻ്റെ സ്നേഹം കാണുമ്പോൾ എനിക്ക് വരെ തോന്നിയിട്ടുണ്ട് ഇങ്ങനൊരു അനിയത്തിക്കുട്ടി എനിക്കും ഉണ്ടായിരുന്നെങ്കിലോ എന്ന്. കുഞ്ഞുനാൾ മുതലേ ഉപ്പയും ഉമ്മയും ഉപേക്ഷിച്ച എനിക്ക് ആ സ്നേഹത്തിൻ്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല സാർ. പക്ഷേ ഗീതു മാം സാറിന് വേണ്ടി തരുന്ന സ്നേഹം അത് യഥാർത്ഥ സ്നേഹമാണ്. ഇതാണ് ഒരു ഭാര്യ തരുന്ന സ്നേഹം. ഈ സ്നേഹം സാറിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് സാറ് ചെയ്ത പുണ്യം കൊണ്ടാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ പരാജയമായിരിക്കും സാറിനുണ്ടാകാൻ പോകുന്നത്. പിന്നെ ഞാനിതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കെന്തായാലും മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സത്യം പറയാലോ, ഒരു ഭർത്താവിനോടുള്ള അമിതമായ സ്നേഹം, ആ സ്നേഹം ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കണമെന്നുള്ളൊരു സ്നേഹം, അതൊക്കെ കൂടെ ചേർന്നാണ് സ്വന്തമായിട്ട് മരിക്കണമെന്നും തെളിവുകൾ ശേഖരിക്കണമെന്നും സാറിനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിക്കണമെന്നും ഗീതു മാം ഭ്രാന്തിയായി ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം സാർ. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പൂർണ്ണമായും ഗീതു മാമിനെ ഒരു ഭ്രാന്തിയാക്കി മാറ്റരുത്. അവർ സാറിനോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ അവർക്ക് ശരിക്കും ഭ്രാന്തൊന്നും ഇല്ല സാർ. കേട്ടതും ഗോവിന്ദ് ആകെ തകർന്നു പോയി. കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. അതെ ഈശ്വര, അപ്പം ഇത്രയും നാളും ഗീതു എൻ്റെ മുൻപിൽ അഭിനയിച്ചതല്ലേ? അവൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും അവളുടെ സ്നേഹം ഞാൻ കാണാതെ പോയതാണോ? അവൾ ശേഖരിച്ച തെളിവുകളെല്ലാം സത്യമായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ തകർന്നിരിക്കുക. അപ്പോഴേക്കും അജാസ്, സാർ ഞാൻ പറഞ്ഞത് മുഴുവനും സത്യ, സാറിന് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. എനിക്ക് ഒരു പക്ഷേ ഗീതു മാമിനോടൊപ്പം നടന്നതിന് ശേഷം കിട്ടിയൊരു അറിവാണിത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാധിക മാം സാറിനെ ജീവൻ രക്ഷിക്കണമെന്ന് എന്നെ ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഗീതു മാം അങ്ങനെയല്ല. സാറിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആരെയും ഏൽപ്പിക്കാതെ സ്വന്തമായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്. അങ്ങനെയുള്ളപ്പോൾ ആ സ്നേഹമാണ് മുന്നിൽ നിന്ന് കാണേണ്ടത് എന്നും പറഞ്ഞ് അജാസ് അവിടെ മാറി നിൽക്കുക. ഇത് കേട്ടതും ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞോ, കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഈശ്വര, ഇത്രയും നാളും ഞാൻ ഗീതുവിനെ സംശയിച്ചു പോയല്ലോ. അവൾക്ക് ഭ്രാന്തൊന്നുമില്ല, അവൾക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതേ സമയം വീട്ടിലാണ് കാണിക്കുന്നത്. നേരം ഏതാണ്ട് ഇരുട്ടി, ഭയങ്കര ഇരുട്ടായി. ഗീതു മുറ്റത്തേക്ക് നോക്കി നിൽക്കുക. ഈശ്വര, നാളെ നല്ലൊരു വിഷു ഞാൻ ആഗ്രഹിച്ചിരുന്നതാ. എല്ലാ ദുഷ്ടനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. നല്ലൊരു വിഷു, ആ വിഷു എനിക്കിനി എന്നാ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക? എൻ്റെ ഗോവിന്ദേട്ടനുമായിട്ടുള്ള ഒറ്റയ്ക്കുള്ള സന്തോഷകരമായ വിഷു, നല്ലവർ മാത്രം ഈ വീട്ടിലുണ്ടാവുന്ന ആ വിഷു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഓർക്കുകയാണ്. അതെ, ഗോവിന്ദ് ഗീതുവിൻ്റെ കണ്ണ് പൊത്തി വിഷുക്കണി കാണിക്കാൻ കൊണ്ടുവരുന്നതും അങ്ങനെ കണ്ണേട്ടാ എത്തിയില്ലേ, എങ്ങോട്ടായി കൊണ്ടുപോകുന്നതെന്ന് ഗീതു ചോദിക്കുന്നതും ഈ സമയം ഭഗവാന് മുൻപിൽ കൊണ്ടുപോയി നിന്ന് ഗീതുവിനെ കണി കാണിക്കുന്നു. അങ്ങനെ കണി കണ്ടതും ഗീതു സന്തോഷത്തോടെ ഭഗവാന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുക.
എൻ്റെ ഭഗവാനെ, എനിക്ക് ഈ ജന്മം മുഴുവനും എൻ്റെ കണ്ണേട്ടൻ എൻ്റെ ഒപ്പം വേണം. കണ്ണേട്ടൻ എന്നോട് ദേഷ്യപ്പെടാതെ, എന്നെ പിരിഞ്ഞു പോകാതെ എൻ്റെ ഒപ്പം ഭർത്താവായിട്ട് എന്നും വേണം എന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ആയിട്ട് കാണുക. അപ്പോഴേക്കും രേഖയും പിന്നെ നമ്മുടെ എന്താ പറയുക പ്രിയമോളും വിനോദും പിന്നെ രവിയേട്ടൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്ന് നിൽക്കുക. കാഞ്ചനയും ഷിബുവും ഒക്കെ ഉണ്ട്. എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഗോവിന്ദ് ഗീതുവിന് ഇത് കൊടുക്കണം, കൈനീട്ടം ഗോൾഡ് കോയിനായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഗീതു അത് മേടിച്ചതിന് ശേഷം പകരം തരാനായിട്ട് എനിക്കൊന്നുമില്ലല്ലോ കണ്ണേട്ട എന്നും. അത് നീ എനിക്ക് നേരത്തെ തന്നു കഴിഞ്ഞില്ലേ ഗീതു? അതെന്താ കണ്ണേട്ട, നിന്റെ സ്നേഹം അതാണ് എനിക്ക് മതി, അതാണ് എനിക്ക് പകരമായിട്ട് വേണ്ടത് എന്നും ഗോവിന്ദ് പറഞ്ഞതും അപ്പോൾ ഗീതു സന്തോഷത്തോടെ ചിരിച്ചതും ഈ സമയം പ്രിയയ്ക്ക് കൈനീട്ടം കൊടുത്തതും അതിനുശേഷം പ്രിയ ഗോവിന്ദൻ്റെ കവളത്ത് ഉമ്മ കൊടുത്തതും പിന്നെ വിനോദ് കാലി വീണ് അനുഗ്രഹം മേടിച്ചത് രേഖയെ അനുഗ്രഹം മേടിച്ചു. അങ്ങനെ ഷിബുവിന് കൈനീട്ടം കൊടുക്കുമ്പോൾ ഷിബു കരയുക. എന്തിനാണ് ഷിബു കരയുന്നേ? അത് പിന്നെ സങ്കടം കൊണ്ടല്ല സാർ, സന്തോഷം കൊണ്ടാണ് കരയുന്നേ. എനിക്ക് എല്ലാ വർഷവും വിഷു കൈനീട്ടം തരുന്നത് സാറാ. പിന്നെ അങ്ങോട്ടുള്ള എൻ്റെ മുന്നോട്ട് പോക്ക് ഭയങ്കര സന്തോഷകരമായിരിക്കും. അതോർത്ത് ഞാൻ സന്തോഷത്തോടെ കരഞ്ഞതാ. ഇത് സങ്കട കണ്ണുനീരൊന്നും അല്ല, കരയണ്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ആശ്വസിപ്പിക്കുകയാണ്. അവസാനം കാഞ്ചനയുടെ അടുത്തെത്തി. അപ്പോൾ കാഞ്ചന കൈനീട്ടം പിടിക്കാനായിട്ട് മാമ കുടുക്കുട് എന്നും പറഞ്ഞ കൈനീട്ടിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ കാഞ്ചനയ്ക്ക് 1 രൂപ കൊടുക്കുകയാണ്. ഇതെന്നെ മാമ, എല്ലാവർക്കും ഗോൾഡ് കോയിൻ, എനക്ക് മട്ടും 1 രൂപ തറീങ്ക. ഇത് ശരിയില്ല മാമ. ഇതെനിക്ക് ரொம்ப കഷ്ടமாக இருக்குது എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ കാഞ്ചനെ നീ കരയൊന്നും വേണ്ട. 1 രൂപ കിട്ടിക്കഴിയുമ്പോൾ നിൻ്റെ മനസ്സിൽ നിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നതാ. എന്തായാലും ഇപ്പം മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് 5 രൂപ എന്നും പറഞ്ഞുകൊണ്ട് 5 രൂപ കൊടുക്കുക. 5 രൂപ ആവാ? ഇല്ല ഗോൾഡ് കോയിൻ, ദേ എനക്കും കടച്ചിരിച്ച് ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കാണുക. ഈ സമയം കോളിംഗ് ബെൽ അടിക്കുകയാണ്. ദേ കോളിംഗ് ബെൽ അടിച്ചിട്ടുണ്ട്. ആരാണാവോ? ഈശ്വര, ഇനി ഭദ്രം മാമനെയും വിലാസിനി മാമയെയും പോലീസ് വിട്ടയച്ചു കാണോ? അതായിരിക്കോ അവർ വന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാം കൊളാകും എന്ന് നമ്മുടെ ഇത് എന്താ പറയുക കാഞ്ചന പറയണം. അതെ, രാധിക അമ്മയൊക്കെ പോലീസ് വിട്ടയച്ചിട്ടുണ്ടോ? രാധിക, ഭദ്രൻ, വിലാസിനി പിന്നെ വരുണൊക്കെ ജയിലിലായിട്ടുള്ള ഇതാണ് സ്വപ്നം കാണുന്നത് കേട്ടോ. അപ്പോൾ ഗീതു ആകെ ടെൻഷനായി. ഈശ്വര, അവരാണെങ്കിൽ ആകെ കൊളാകുമല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവർ വരാൻ പാടില്ല, ഞങ്ങളുടെ ഈ സന്തോഷകരമായ ജീവിതത്തിനിടയിലേക്ക് അവരൊരിക്കലും കടന്നു വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് പോയി വാതിൽ തുറക്കുക. വാതിൽ തുറന്നതും ഒരു ഉണ്ണിക്കണ്ണൻ ഓടക്കുഴലും പിടിച്ചുകൊണ്ട് വാതിക്കൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഗോവിന്ദ് എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ഗീതുവും അങ്ങോട്ട് വരികയാണ്. അത് കണ്ടപ്പോൾ ഗീതുവിനും ഭയങ്കര സന്തോഷമായി. ഹായ്, ഇത് കൊള്ളാലോ. അപ്പോൾ കാഞ്ചനയും രേഖയും എല്ലാവരും വരിക. ദേ ഉണ്ണിക്കണ്ണനും രാധയും ദ്വാരകയിൽ നിന്ന് നമ്മളെ പാക്കറക്കാക വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവരിങ്ങനെ ഡാൻസൊക്കെ കളിക്കുകയാണ്. അപ്പോൾ ആ ഡാൻസിലും ആ പാട്ടിലും ഗീതുവിനെല്ലാം തോന്നിയത് ഗീതുവും ഗോവിന്ദും കൂടെ ഒരുമിച്ച് ഡാൻസ് കളിക്കുകയെന്ന. അങ്ങനെ അവർ ഡാൻസൊക്കെ കളിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പാട്ട് പാട്ട് കഴിഞ്ഞതും നമ്മുടെ കാഞ്ചന ഇത് കൊള്ളാലോ, പ്രിയമോളെ എന്നാ കാഞ്ചനാക്ക, ദേ നോക്കി കണ്ണനും രാധയും പോലെ ഒട്ടി നിൽക്കുന്നത് കണ്ടോ? അത് കേട്ടത് പ്രിയ ഗീതുവിനെ നോക്കുക. അപ്പോൾ ഗീതു ആണെങ്കിൽ ഗോവിന്ദന് മേലെ ചാഞ്ഞ് കിടക്കുക. അതെ, അവർ തമ്മിൽ സ്വപ്നമൊക്കെ കണ്ടു കിടക്കുവാണ് കേട്ടോ പാട്ടൊക്കെ. ഗോവിന്ദ് ഗീതുവിനടുത്ത് കറക്കുന്നതും ഗോവിന്ദ് കണ്ണനായതും ഗീതു രാധയായതും ഒക്കെ. അപ്പോൾ ഗോവിന്ദ് ഗീതു അപ്പോൾ ഗീതു പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്താ കണ്ണേട്ടാ, എന്തായി കാണിക്കുന്നത്? നോക്കിയേ, എല്ലാവരും നോക്കി ചിരിക്കുന്നു. അയ്യോ സോറി കണ്ണേട്ടാ, ഞാനൊരു നിമിഷം സ്വപ്നത്തിലായിപ്പോയി. മതി. അതെ, കണ്ണൻ്റെയും രാധയുടെയും ഡാൻസ് സൂപ്പറായിരുന്നു കേട്ടോ എന്നും ഗോവിന്ദ് പറയാം. താങ്ക്സ് അണ്ണ ചേട്ടാ, എന്നാൽ ഞങ്ങൾക്ക് കൈനീട്ടെന്താ? അപ്പോൾ ഗോവിന്ദ് പിള്ളേർക്കൊക്കെ 500 രൂപ എടുത്ത് കൊടുക്കുക. 500 രൂപ കിട്ടിയതും പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക്സ് ചേട്ടാ, ഇനിയും ഇതുപോലെ വരണേ, ഉറപ്പായിട്ട് വരും ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അവർ ബായ് പറഞ്ഞ് അങ്ങ് പോവുക. അവരൊക്കെ പോയി കഴിഞ്ഞതും നമ്മുടെ ഗീതവും ഗോവിന്ദനും എല്ലാവരും കൂടെ പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി കത്തിച്ചും ഒക്കെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അതെ, വാ കണ്ണേട്ടാ. ഞാൻ വരുന്നില്ല. എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് മറ്റൊന്നും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗീതവും കമ്പിത്തിരിയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്ക് കാഞ്ചന വാ. വേണ്ട, എനിക്ക് പേടിയാ. പേടിക്കൊന്നും വേണ്ട കാഞ്ചന, ഇതങ്ങ് പിടിക്കേ എന്നും പറയണം. അപ്പോഴേക്കും ഗോവിന്ദനെ ഗീതു വിളിക്കുക. ഗോവിന്ദൻ ഞാൻ വരുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് കാഞ്ചനയുടെ അടുത്ത് ഒരു വലിയ പടക്കം പൊട്ടിച്ചാലോ? അതൊന്നും വേണ്ട, അത് പ്രിയയുടെ കുഞ്ഞിന് ബാധിക്കും, അതുകൊണ്ട് അതൊന്നും വേണ്ട. അതെ, അടുത്ത വിഷുവിന് നമ്മളോടൊപ്പം ഒരാളൂടെ ഉണ്ടാവും എന്നും കാഞ്ചന. ഗോവിന്ദേട്ടനും ഗീതു ചേച്ചി മനസ്സ് വെച്ചാൽ ഇനി ഒരാളും കൂടെ ഉണ്ടാവും എന്ന് പ്രിയയും
അങ്ങനെ അവർ നാണത്തോടെ ചിരിച്ച് സന്തോഷിച്ചും കമ്പിത്തിരിയൊക്കെ കത്തിച്ച് പൊട്ടിച്ച് ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുക. ഗോവിന്ദനും ഗീതവും ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് വിഷു ആഘോഷിക്കുകയാണ്. ഇതൊക്കെ ഓർത്തുകൊണ്ട് ഗീത അവിടെ ഇങ്ങനെ നിൽക്കുക. ഈശ്വര, ഇതുപോലൊരു വിഷുവാണ് ഞാൻ നാളെ പ്രതീക്ഷിച്ചത്. പക്ഷെ എല്ലാം കുഴഞ്ഞല്ലോ. എനിക്ക് ഇനിയൊരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ ഭഗവാനെ. രാധികാമ്മയ്ക്കും വരുണേട്ടനും ഒക്കെ എതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആ തെളിവുകൾ ആരെടുത്തോണ്ട് പോയി കാണും? എനിക്ക് അവരെ കണ്ടുപിടിച്ച് തരണേ ഭഗവാനെ. അവരെയൊക്കെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ എന്നെ സഹായിക്കണേ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഇതൊക്കെ ചെയ്തത്, ഇതെല്ലാം നേടിയെടുത്തത്. എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ കണ്ണ നീ എന്നെ പരാജയപ്പെടുത്തി കളഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.